മനുഷ്യന്റെ ജീവന് അസുഖം വരും, രോഗം വരും എന്നൊക്കെ പറഞ്ഞ് എത്ര കണക്കിന് താറാവുകളെ കൊന്നൊടുക്കിയത്? എത്ര ജീവനാണ്? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? മനുഷ്യന്റെ ജീവന് പ്രാധാന്യമുള്ളതുകൊണ്ട് തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ എയ്ഡ്സ് രോഗം പോലത്തെ മാരരോഗങ്ങൾ വരുന്ന മനുഷ്യരില്ലേ, അവരിൽ നിന്ന് അത് സാധാരണ മനുഷ്യരിലേക്ക് പകരുമെന്ന് കരുതി എന്തുകൊണ്ട് നിങ്ങൾ ആ മനുഷ്യരെ കൊല്ലുന്നില്ല? എന്താ നിങ്ങളുടെ പ്രശ്നം? ജീവൻ എല്ലാ ജീവികൾക്കും ഒരുപോലെ പ്രാധാന്യം ഉണ്ടെന്നാണോ, അതോ നിങ്ങൾ പറയുന്ന ചില മൃഗങ്ങൾക്ക് മാത്രം സംരക്ഷണം മതി എന്നാണോ? എല്ലാ ജീവജാലങ്ങൾക്കും പ്രാധാന്യമാണ്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യനെ ആന ചവിട്ടിക്കൊന്നാൽ ഈ ആനയ്ക്ക് ശിക്ഷയുണ്ടോ? അങ്ങനെ ഒരു നിയമം നമുക്കുണ്ടോ? ഒരു മനുഷ്യനെ കടിച്ചു കീറിയ പുലിക്ക് ശിക്ഷയില്ല, തൂക്കയറിയില്ല, കോടതിയില്ല. ഇങ്ങനെ നാനാ തരത്തിലുള്ള അപകടങ്ങള് മൃഗങ്ങളായാലും മനുഷ്യരായാലും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപകടകാരികളായിട്ടുള്ള മനുഷ്യനാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും അത് ശിക്ഷ വിധിയാക്കും. അത് സ്വാഭാവികമാണ്. നിയമമില്ലെങ്കിൽ മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി അവൻ എന്തെങ്കിലും ഒന്ന് കണ്ടെത്തും. എത്രയോ ആളുകൾ ജോലി കഴിഞ്ഞ് രാത്രി സമയങ്ങളിൽ വരുമ്പോൾ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ നായ്ക്കൾ കാരണം, ഈ പട്ടികൾ കാരണം സ്കൂൾ കുട്ടികൾ അപകടത്തിൽപ്പെടുന്നുണ്ട്. നിങ്ങളിതൊക്കെ അന്വേഷിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ മൃഗത്തിന്റെ കാര്യം ഇപ്പൊ തന്നെ ഇദ്ദേഹം പറഞ്ഞു, കുട്ടിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, പട്ടിയുടെ കാര്യം പറയാൻ. നിങ്ങൾ എന്തെങ്കിലും ഒരു സംഗതി, ഒരു സംഘടന ഉണ്ടാക്കിയാൽ അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് പോരുത്. ഇവിടെ ബീഫ് കഴിച്ചൊരു മനുഷ്യനെ കൊന്നു, ബീഫ് കഴിച്ചൊരു പട്ടിയാരും കൊല്ലുന്നില്ല. അപ്പൊ ഇതെന്ത് നിയമമാണ്? അപ്പൊ നിങ്ങൾ തുല്യ പ്രാധാന്യമാണ് എല്ലാ ജീവജാലങ്ങൾക്കും നൽകുന്നതെങ്കിൽ നിങ്ങളുടെയൊക്കെ സഹജീവികളായ മനുഷ്യരെ കൂടി ആ ഗണത്തിലൊന്ന് പെടുത്തണം.